പ്രഭാതി ടീച്ചറെ ഈ പത്മശ്രീ കിട്ടിയതിന് ശേഷം എല്ലാം ഞാൻ ഉണ്ടായിരുന്നില്ല, ഞാൻ നിർത്തിയല്ലോ, ഉണ്ടായിരുന്നില്ല. ഞാൻ പോകുന്നതല്ലോ ടീച്ചറെ അടുത്ത് പോകാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കൺഗ്രാജ് മോനെ എന്നൊക്കെ കണ്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അന്നത്തെ ടീച്ചർ വരാം, ഞാനിപ്പോൾ ഇവിടെ കോഴിക്കോടാണ്. അന്നത്തെ ആ പൊതിച്ചോറിന് വലിയ വാല്യൂ ആയിരുന്നു. പിന്നെ തീർച്ചയായിട്ടും അല്ലേ, ആ ഒരു നേരം ഭക്ഷണം അത് ടീച്ചർ കഴിക്കണ ചോറ് തന്നെയാണ്, ആ കറിയും തന്നെയാണ് എനിക്കും കൊണ്ടല്ലേ വീട്ടിലുണ്ടാക്കിയത്. ഇപ്പോൾ ചിലപ്പോൾ നമുക്ക് അതിനേക്കാളും 10 മടങ്ങുള്ള ഭക്ഷണം മേടിച്ച ശേഷം ആ ടേസ്റ്റ് ഈ വർഷത്തിലുണ്ടാവില്ല. അതൊരു സ്നേഹത്തിൻ്റെ ഒരു ഭക്ഷണമാണ് അല്ലേ. അതിപ്പോൾ ഇപ്പം നമുക്ക് എന്തുകൊണ്ട് കഴിക്കാനുള്ള കപ്പാസിറ്റി അല്ല. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ട് പറഞ്ഞാൽ എനിക്കിപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞു ചോദിച്ചാൽ ആ സമയത്ത് ആ ചോറിനുണ്ട് ആ സ്വാദ് ഇപ്പോൾ ഒരു വർഷത്തിന് ഞാൻ കണ്ടിട്ടില്ല. നമുക്ക് ഏത് ഫുഡ് വേണമെങ്കിൽ കഴിക്കാനുള്ള ഒരു കപ്പാസിറ്റി ഉണ്ട് ഇപ്പോൾ. എനിക്കല്ലെങ്കിലും എൻ്റെ ഫ്രണ്ട്സിനോട് ഉള്ള ആൾക്കാരോട് പറഞ്ഞാലും മേടിച്ചാറുള്ള കപ്പാസിറ്റി ഇല്ല ബ്രോ, പിന്നെ ആൾക്കാരല്ലേ. പക്ഷെ ആ ടീച്ചർ പ്രഭാവിച്ചത് ഒരു നന്മമരമാണ്. അതെല്ലാവർക്കും ചിലപ്പോൾ അങ്ങനെ കിട്ടിയോടൊന്നുമില്ല. പക്ഷെ എൻ്റെ ഭാഗ്യം എനിക്ക് കിട്ടി, വലിയൊരു അഭിമാനം. ഗോഡ് ഈസ് ഗ്രേറ്റ്. അച്ഛൻ്റെ മരണം വല്ലാതെ വേദനിപ്പിച്ചു. തീർച്ചയായിട്ടും. അമ്മ ഒറ്റപ്പെട്ടു. 2 മക്കളെയും കൊണ്ട് അമ്മയുടെ ഒരു യാത്ര അല്ലേ, തൃശ്ശൂർ പട്ടണത്തിലുള്ള അലഞ്ഞു തിരിഞ്ഞുള്ള യാത്ര, പട്ടാളം മാർക്കറ്റിൽ കൊണ്ട് വിറ്റിട്ട് വരുമ്പോൾ രാത്രിയാവും. തീർച്ചയായിട്ടും അറിയാല്ലേ, തീർച്ചയായിട്ടും അതൊരു പട്ടാളം മാർക്കറ്റിൽ ആർക്കും അങ്ങനെ അറിയാത്തൊരു സംഭവമാണല്ലോ. ഞാനങ്ങനെ പറയാനും നിന്നിട്ടില്ല എവിടെ പോണേ അങ്ങനെ ഇല്ല. അതെന്താ വെച്ചാൽ കാലത്തൊരു 10-11 മണിക്ക് അമ്മ പോവും. അതിന് അച്ഛന് ഫുട്ബോൾ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. അപ്പോൾ ഈ 3 ഇയറിൻ്റെ ക്യാമ്പിൽ ജോസ് പറമ്പൻ, ഞാൻ പറഞ്ഞിട്ടുണ്ട്, ജോസ് പറമ്പൻ എന്ന് പറഞ്ഞ ആളാണ് എന്നെ കൊണ്ടാക്കിയത്. ഫുട്ബോൾ കൊണ്ടാക്കുന്നത് ഈ 3 ഇയറിൻ്റെ ക്യാമ്പിൽ സ്പോർട്സ് സൗണ്ട്സ് പ്രൊഡക്റ്റാണ് ഞാൻ കൊണ്ടാക്കിയത്. അപ്പോൾ അവിടെ ഞാൻ തുണിപ്പന്ത് കളിക്കുന്ന കണ്ടിട്ട് അയാൾ കളി കണ്ടിട്ട് കൊണ്ടുപോയതാണ്. അപ്പോൾ എൻ്റെ അടുത്ത് ബൂട്ടും ഇതൊന്നുമില്ല സെലക്ഷൻ ഇറങ്ങുമ്പോൾ. അപ്പോൾ പക്ഷെ അന്ന് പേപ്പറിലൊക്കെ വരുമായിരുന്നു ഇങ്ങനെ സ്പോർട്സ് കൗൺസിലിൻ്റെ ക്യാമ്പ് തുടങ്ങുന്നുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ പേപ്പർ വരുത്തലൊന്നും ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് പറമ്പനെ അറിയാം, ജോസേട്ടനെ അറിയാം. ജോസേട്ടൻ എന്നെ ക്യാമ്പിന് ഉണ്ടാക്കി. അപ്പോൾ അച്ഛനാണ് എന്നെ പിന്നെ സെലക്ഷൻ കിട്ടിയപ്പോൾ ചേർത്താൻ കൊണ്ടുപോയത്. അച്ഛൻ എന്നിട്ട് ചാക്കോൾ ട്രോഫി നടക്കുമ്പോഴും കളി കാണാൻ കൊണ്ടുപോകും. അച്ഛന് ഭയങ്കര ഇൻട്രസ്റ്റാണ് ഫുട്ബോൾ, ഭയങ്കര ഇൻട്രസ്റ്റ് കാണാനും. പക്ഷെ എനിക്ക് എൻ്റെ വിഷമം എന്ന് പറഞ്ഞാൽ അമ്മ ബുദ്ധിമുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ എൻ്റെ ഏറ്റവും വലിയ വിഷമം ലോകത്തിൽ ഞാനൊരു IM വിജയനായിട്ട് അച്ഛന് കാണാൻ പറ്റിയില്ല. അതൊരു വലിയ, ഇനിയിപ്പോൾ എന്തെന്നായാലും എന്തൊക്കെ കിട്ടിയാലും ആ ഒരു ഫീലിങ്സിൻ്റെ അടുത്ത് ഒരു രക്ഷയില്ല. ഒന്നും നടക്കാൻ പോണ അല്ല ഇനി. അപ്പോൾ അതൊരു വലിയൊരു ഫീലിങ്സാണ്. ഞാനൊരു IM വിജയനായിട്ട്, ഒരു IM വിജയൻ എന്ന് പറഞ്ഞാൽ ഒരു IM വിജയൻ ഒരു ഫുട്ബോൾ പ്ലെയറായി അല്ല അത്യാവശ്യം കുറച്ച് ഇന്ത്യക്ക് കളിച്ചു എന്ന് പറയുമ്പോൾ കേൾക്കാനോ കാണാനുള്ളൊരു, എൻ്റെ ഒരു കളി കാണാനുള്ള നല്ലൊരു കളി കാണാനുള്ളൊരു അവസരം അച്ഛന് കിട്ടിയിട്ടില്ല. അപ്പോൾ അതിന് മുന്നേ മരിച്ചു. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മ ഈ പറഞ്ഞ മാതിരി ഞങ്ങൾ രണ്ടുപേരെ നോക്കേണ്ട കടമ കംപ്ലീറ്റ് അമ്മരായില്ലായി. അപ്പം അമ്മ പട്ടാളം അറിയാലേ, ഉപ്പിയും പാട്ടയും കടലാസൊക്കെ എടുത്ത് മേടിച്ച് നേരെ പട്ടാളത്തിൽ കൊടുത്ത് തിരിച്ചു വരുമ്പോൾ രാത്രി 8-9 മണിയാവും. അപ്പം ഞാൻ ആ സമയത്ത് സ്കൂൾ വിട്ടിട്ട് CMS സ്കൂൾ വിട്ടിട്ട് ഇങ്ങനെ നടന്ന് ഇവിടെ തൃശ്ശൂർ ക്യാമ്പിന് വരുമ്പോൾ അപ്പം അമ്മ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. അത് സീൻ തന്നെയാണ് കാണണ്ട. വേർത്ത് കുളിച്ച് അവര് അമ്മയുടെ ഇരിപ്പൊക്കെ കാണാം. അവര് അമ്മയൊക്കെ ഉണ്ടാവും. അവര് 2-3 പേരായിട്ട് തന്നെ പോവാ. കള്ളിമുണ്ടും പിന്നെ മെയിനായിട്ട് ഒരു ബ്ലൗസ് മാത്രമല്ലേ ഇട്ടുള്ളൂ, ഒരു തോർത്ത് കൊണ്ട് തന്നെ ഉണ്ടാവും. അവർ വയർത്ത് കുളിച്ച് വലിയ 2 ചാക്ക് ഇങ്ങനെ വെച്ച്. അപ്പോൾ ഞാൻ അവിടെ നടന്ന് വരുമ്പോൾ അമ്മ ആണെന്ന്. അപ്പോൾ ഞാൻ ഒരു 10 വയസ്സ് എന്ന് പറയുമ്പോൾ 10 വയസ്സ് കിട്ടണമെന്ന് കഴിഞ്ഞാൽ ഞാൻ അവിടുന്ന് ഒരു കപ്പലിൻ്റെ മിഠായി മേടിച്ച് തിന്ന് കഴിഞ്ഞാൽ വീട് വരെ എത്തും. അന്ന് അത്ര പൈസ ഒന്നുമില്ല. കപ്പലിൻ്റെ മിഠായിക്കൊക്കെ 10 പൈസ കൊടുത്താൽ പിന്നെ ഭയങ്കര പൈസയാണ്. അൾട്രാ മോഡേൺ കിച്ചൺ ഡിവൈസസ്. ഒരു കിച്ചണിൽ വേണ്ട എല്ലാ ലേറ്റസ്റ്റ് ബ്രാൻഡുകളും ഇവിടെയുണ്ട്. ലോകോത്തര ബ്രാൻഡുകൾ, ഒറിജിനൽ പ്രോഡക്ട്സ്, വൈഡ് റേഞ്ച്. മൈജി ഫ്യൂച്ചർ.